പ്രിയപ്പെട്ടവരെ, ട്രൂത്ത് ടാഗ് ചാനലിൻ്റെ ജാഗ്രത എന്ന പ്രക്ഷേപണ പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ച വിഷയം വയോധികരുടെ പ്രശ്നമാണ്. വയോധികരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വയോധികരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, സമൂഹത്തെ ആകെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്, സർക്കാരിനെ ബാധിക്കുന്ന പ്രശ്നമാണ്, അതൊരു സാമൂഹിക പ്രശ്നമാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താണ് ഒരു പരിഹാരം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഇതിൻ്റെ വേറൊരു വശമുണ്ട്. ഈ കുടുംബങ്ങളിലൊക്കെ അവരുടെ മക്കൾ ഒന്നെങ്കിൽ വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മറ്റ് പല ഭാഗത്തെവിടെയെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ അതേ ടൗണിൽ തന്നെ താമസിക്കുകയാണെങ്കിൽ പോലും അവർക്ക് തങ്ങളുടെ തൊഴിൽ ജോലി ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ഫ്ലാറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അതുപോലെയുള്ള വില്ലകളിലോ ഒക്കെ ആയിട്ട് താമസിക്കുകയായിരിക്കും. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ധാരാളം വീഡിയോകൾ റിയൽ എസ്റ്റേറ്റുകാരുടേത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ, കോട്ടയം, പാല പ്രദേശങ്ങളിൽ, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, ഇവിടെ നിന്നെല്ലാം ഒരുപാട് സ്ഥലങ്ങൾ, വസ്തുവകൾ വിൽക്കാനായിട്ട് കിടക്കുകയാണ്. പലതും ചെറിയ ചെറിയ തോട്ടങ്ങളാകാം, കൃഷിയിടങ്ങളാണ്, വീടുകളുണ്ട്. അപ്പോൾ ഇത് നോക്കാൻ ആളില്ല, വലിയ പ്രശ്നമാണ്. ഒരു കാലത്ത് വലിയ അഭിമാനം കൊടുത്തിരുന്ന വസ്തുവകൾ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ വലിയ വീടുകൾ എല്ലാം 2500, 3000, 3500, 4000 സ്ക്വയർ ഫീറ്റുള്ള നല്ല മനോഹരമായ വീടുകളാണ്. വഴി സൗകര്യമുണ്ട്, വെള്ളത്തിന് സൗകര്യമുണ്ട്, മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ നോക്കാൻ ആളില്ല. നമ്മുടെ നാടെത്തിച്ചേർന്നിരിക്കുന്ന വലിയൊരു പ്രശ്നത്തിലേക്കാണ്. അതായത് നമ്മൾ കൊമേഴ്സുകാർ പറയും എല്ലാ അസറ്റും ഒരു ലയബിലിറ്റി ആണെന്ന് പറയും, ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് എന്ന് പറയുന്ന പോലെ ഈ അസറ്റുകളൊക്കെ ഇപ്പോൾ ഒരു വലിയ ലയബിലിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ വീട് നോക്കാൻ അവർക്ക് കഴിയില്ല, ആരോഗ്യസ്ഥിതിയില്ല. മിക്ക ഇടത്ത് ചെന്ന് കഴിഞ്ഞാലും അങ്ങനെയുള്ള വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പ്രായമായ മാതാപിതാക്കൾ അടുക്കളയിലോ അല്ലെങ്കിൽ അതിനോട് ചേർന്നൊരു ഭാഗത്ത് 2 കട്ടിലിട്ടിട്ട് അവിടെ കഴിയും, എന്തെങ്കിലും കനത്തിൽ കുടിയും താമസിക്കും. ഭയത്തിൽ കഴിയണം. ആരെങ്കിലും കള്ളന്മാർ കയറി വരുമോ, സാറിൻ്റെ തട്ടിക്കൊണ്ട് പോവോ, അല്ലെങ്കിൽ ഇവരുടെ കാലശേഷം ഈ വീട് ആര് നോക്കും, ഇങ്ങനെ വലിയ പ്രശ്നമുണ്ട്. അതേസമയം നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ വലിയ പ്രശ്നമാണ്. നമ്മുടെ ആൾക്കാർ വിദേശത്ത് പോയിട്ട് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഇവിടെ ചെയ്യാൻ മടിക്കുന്ന ജോലി വിദേശത്ത് ചെല്ലുമ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയും. കാരണം വിദേശത്ത് എല്ലാ തൊഴിലിനും മാന്യത കൊടുക്കുന്നുണ്ട്. പിന്നെ തൊഴിലെന്നുള്ളതല്ല, തൊഴിൽ നന്നായിട്ട് ചെയ്യുക, അത് നല്ല പ്രൊഫഷണലായിട്ട് ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ് വിദേശത്തുള്ളതെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതേ സംബന്ധിച്ച് ടൂറിസം നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഇതാണ് ടൂറിസം. പ്രത്യേകിച്ച് നമ്മുടെ കോവിഡ് കാലത്തിന് ശേഷം മനുഷ്യരുടെ കാഴ്ചപ്പാടിലും മനോഭാവത്തിലൊക്കെ വലിയ മാറ്റം വന്നു. ഈ പൈസയൊക്കെ ഉണ്ടാക്കി, കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമില്ല. നമ്മുടെ നാട് എങ്ങനെ ഇരിക്കുന്നു, മറ്റുള്ളവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് പോയി കാണണം എന്നുള്ളൊരാഗ്രഹം എല്ലാവരും വന്നിട്ടുണ്ട്. വലിയ മാറ്റമാണ്. ഈ ഒരു കാഴ്ചപ്പാടുണ്ടായ മാറ്റം, തൊഴിലില്ലായ്മ, ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ, ഈ പറമ്പുകൾ, ചെറിയ ചെറിയ തോട്ടങ്ങൾ, ഇവയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു രീതിയിൽ സംഘടിപ്പിച്ചാൽ, ഒരു കോർപ്പറേറ്റ് അടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ എല്ലാവർക്കും ജോലിയാകും, എല്ലാ വസ്തുക്കൾക്കും സംരക്ഷണമാകും, വസ്തുക്കൾ ഡിസ്ട്രസ് സെയിൽ അല്ലെങ്കിൽ കുറഞ്ഞ കിട്ടുന്ന വിലയ്ക്ക് വിറ്റിട്ട് പോകേണ്ട ഒരാവശ്യം വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാനും നമ്മുടെ എൻ്റെ സുഹൃത്തായ പ്രസാദ് സോമരാജനും ആയിട്ട് സംസാരിച്ചപ്പോൾ ഇതിൽ അവരാശയം നമ്മുടെ മനസ്സിൽ കിടക്കുകയാണ്. ഈ ചാനലിനോട് ചേർന്ന് ഇതിൻ്റെ രീതിയിൽ ഒരു വിഷയമായിട്ട് അത് ഞങ്ങൾ കൂടുതലും വിശദമായിട്ട് അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് നമ്മുടെ റിസോഴ്സാണ്, ഹ്യൂമൻ റിസോഴ്സ്, നല്ല ഹ്യൂമൻ റിസോഴ്സാണ് നമ്മളാണ് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ. അവിടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫാൾസ് പ്രസ്റ്റീജ്, ദുരഭിമാനത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ ദുരഭിമാനത്തിൻ്റെ പ്രശ്നം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. നമുക്ക് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഞാൻ കുറേ ഒരു 10, 25, 30 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 40 വർഷം മുമ്പ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ നെടുമങ്ങാട് പ്രദേശത്തു നിന്ന് സ്ത്രീകൾ ഗാർഹിക ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്ന ഒരു ബസ്സിറങ്ങാറ്. അതിരാവിലെയൊക്കെ നമ്മുടെ എവിടെയുള്ള ഭാഗത്തൊക്കെ വന്നിറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അവർക്ക് നല്ല ഡ്രസ്സില്ല, നല്ല സാരിയില്ല, ഒരു ബാഗില്ല. അപ്പോൾ വളരെ അരക്ഷിച്ച് നരച്ച ഉടുപ്പൊക്കെ ഇട്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. പിന്നീട് അവർ ഒരു മാറ്റം വന്നു ആ രംഗത്ത്. അവർക്കൊരു സംഘടന ഉണ്ടായി, അവർ സ്വയം തൊഴിലിൻ്റെ ഭാഗത്തിലേക്ക് വന്നു, അവർക്ക് നല്ല ഡ്രസ്സ് ധരിക്കാൻ തുടങ്ങി, അവർക്കൊരു ഏകദേശമായ സംരക്ഷണം തൊഴിൽ രംഗത്ത് അവർക്ക് ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് സാധ്യം വെച്ചാൽ അവരും പ്രൊഫഷണലായി എന്നുള്ളതാണ്. ഏത് ജോലി നമ്മുടെ ഓരോരുത്തരും നമ്മൾ എന്തെല്ലാം ജോലി ചെയ്യുന്നു വീട്ടിൽ, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലിയും ഉണ്ടല്ലേ, നമുക്ക് ആർക്കും അതിനൊരു മോശമില്ല. വാഷ്റൂമിൽ നിന്ന് പോയി ചെയ്യുന്ന കാര്യങ്ങൾ മുതൽ നമ്മുടെ വീട്ടിലെ പാത്രം കഴുകുന്നത് മുതൽ തുണി കഴുകുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഇവിടുത്തെ IAS കാരനും ചെയ്യണം. അപ്പോൾ എത്ര ഉന്നതനായാലും സമൂഹത്തിൻ്റെ ഏത് ശ്രേണിയിൽ ചെന്നുപെട്ടാലും
അവരെല്ലാവരും ഈ ജോലി ചെയ്തേ വെക്കുള്ളൂ. അത് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ വ്യക്തിപരമായിട്ട് ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. പക്ഷെ കൂട്ടായിട്ട് സാധിക്കും. ഒരു കോർപ്പറേറ്റ് അടിസ്ഥാനത്തിൽ ഈ സ്വത്തുക്കളെ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ, കോർപ്പറേറ്റ് സംവിധാനത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതൊക്കെ നമുക്ക് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഹോം സ്റ്റേ ആയിട്ടോ റിസോർട്ടുകളായിട്ടോ പേയിങ് ഗസ്റ്റ് അക്കോമഡേഷൻ ആയിട്ടോ ഇനിയും പ്രായമായ വയോധികരുടെ അവരെ സംരക്ഷിക്കുന്ന സ്ഥലമായിട്ടൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പം ഇതെല്ലാം റിസോഴ്സസ് ആണ്. നമുക്ക് നാട്ടിൽ പണമുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും ധാരാളം പദ്ധതികളുണ്ട്. അവരിതിനൊക്കെ ലോൺ തരാനായിട്ട് തയ്യാറായിട്ടുണ്ട്. അതിനുള്ള നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ ബാങ്കുകളൊക്കെ അതിന് തയ്യാറാണ്. പക്ഷെ നമ്മുടെ പ്രശ്നം, നമ്മൾ മുന്നോട്ട് വരുന്നില്ല. മറ്റാരെങ്കിലും ചെയ്യുന്ന അല്ലെങ്കിൽ തുടങ്ങിയ ഒരു സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്യാം, എനിക്ക് ശമ്പളം കിട്ടിയാമെന്നുള്ളതാണ്. ഈ ഒരു നിലപാട് മാറണം. നമ്മളും ഇതിൽ പങ്കാളികളായി. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ഒരു സൂചന നൽകിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. പങ്കാളിത്തത്തോടുകൂടി വളരുക. പങ്കാളിത്തത്തോടുകൂടി മാത്രമേ നമുക്ക് വളരാനൊക്കെയുള്ളൂ. ഒറ്റയ്ക്ക് ആർക്കും വളരാനൊക്കെ നിലനിൽക്കാനൊക്കെ. ആരെങ്കിലും ആരംഭിക്കുന്ന സ്ഥാപനത്തിൽ എനിക്കോ അല്ലെങ്കിൽ എൻ്റെ മകനോ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞ സ്വപ്നത്തിൽ നിന്നും ആ ആഗ്രഹത്തിൽ നിന്ന് മാറിയിട്ട് ഞാനും എൻ്റെ മക്കളും കൂടി പങ്കാളികളായി ആരംഭിക്കുന്ന സംരംഭകത്തിൽ അവനും ജോലി കിട്ടും, അവനും അതിൻ്റെ പങ്കാളിത്തമുണ്ട്, അതിൻ്റെ ഉടമസ്ഥാവകാശം ഉണ്ട്. അപ്പം ഉത്തരവാദിത്തത്തോടെ നമുക്ക് സമൂഹത്തിൽ നമ്മുടെ സമ്പത്തിനെ സംരക്ഷിക്കാൻ കഴിയും, നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയും. ഈ കാര്യം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആളുകളുമായിട്ട് ഷെയർ ചെയ്യുക, സംസാരിക്കുക. അടുത്ത എപ്പിസോഡിലേക്ക് വരുന്നവരെ നിങ്ങൾക്ക് നന്ദി.